ഇതുപോലെ വന്യമൃഗങ്ങളെയൊക്കെ അടുത്ത് കണ്ടാലോ? എന്റെ മുന്നേ വരെ നമ്മുടെ കോമളിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തേക്കടി എത്തും. തേക്കടിയിലേക്ക് ഒരിക്കലും നമ്മുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. കുമളിയിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഈ ബസ്സുകളിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് ഒരു നീണ്ട ക്യൂവിൽ നിന്ന് എൻട്രി ടിക്കറ്റും ബസ് ടിക്കറ്റും എടുത്ത് നേരെ ബസ്സിൽ കയറിയാണ് യാത്ര. ബസ്സിന്റെ ജനൽ കൂടെയുള്ള കാഴ്ചകളെല്ലാം തന്നെ കിടിലം തന്നെ. ഭാഗ്യമുണ്ടെങ്കിൽ ബസ് യാത്രയിൽ തന്നെ ഇതുപോലെ മൃഗങ്ങളെയും കാണാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഉള്ളതുകൊണ്ട് ആ സ്ഥലങ്ങളെല്ലാം തന്നെ നല്ല വൃത്തിയും മനോഹരവുമാണ്. അങ്ങനെ തേക്കടി എത്തി. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ബോട്ടിന്റെ ടിക്കറ്റ് എടുക്കാനാണ്. ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താലേ നമുക്ക് ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ബോട്ടിൽ ആളാകുന്നത് വരെയുള്ള കാത്തിരിപ്പ്. ടിക്കറ്റ് എല്ലാം കയ്യിലെടുത്ത് നേരെ ബോട്ടിലോട്ട്. ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ജലയാത്രയാണ് കേട്ടോ. അങ്ങനെ സേഫ്റ്റി ജാക്കറ്റുകളൊക്കെ എടുത്തിട്ട് അടിപൊളി ഒരു ബോട്ട് യാത്ര. പോകുന്ന വഴികളിലെല്ലാം തന്നെ വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും. ഇതുപോലുള്ള മരക്കുറ്റികൾ നിൽക്കുന്ന കാണാൻ എന്ത് രസമാണല്ലേ. അതും ആസ്വദിച്ചിരുന്നപ്പോ ദേ ആനക്കൂട്ടം. ഈ യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറയാലോ, എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം കാട്ടുമൃഗങ്ങളെ നേരിട്ട് കാണുന്നത്. ഇതുവരെ കാട്ടുമൃഗങ്ങളെ നേരിട്ട് കാണാത്തവർ ഒന്ന് കമന്റ് ചെയ്യണേ. സത്യത്തിൽ തേക്കടി വന്ന് ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ്. ഏകദേശം 1.5-2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.